കുവൈറ്റിലെ അമേരിക്കയുടെ രണ്ടാമത്തെ സൈനിക ബേസും ഇറാൻ ആക്രമിച്ച് തകർത്തു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രൂക്ഷമായിരിക്കുന്ന ആക്രമണം കുവൈറ്റിനും ബഹ്റൈനും നേരെ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. അതിൽ രൂക്ഷമായിരിക്കുന്ന ആക്രമണത്തിൽ ഒന്ന് അമേരിക്കയുടെ സൈനിക ബേസ് തകരാൻ കാരണമായി എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓർമസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ആക്രമണത്തിന് യഥോവിധം തിരിച്ചടി നൽകുമെന്നും നിലനിൽപ്പിനായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും മുജ്തബ അലി ഖംനായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. യുദ്ധത്തിന് വിരാമം എന്നൊരു പ്രയോഗം തന്നെ ഇല്ലെന്നും മധ്യസ്ഥതാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയില്ലെന്നുമുള്ളത് തങ്ങൾ ആവർത്തിക്കുന്നു എന്ന തരത്തിലായിരുന്നു ഖംനായുടേതായിരിക്കുന്ന പ്രസ്താവന വന്നിരുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നിരന്തരം കുവൈറ്റിലും ബഹ്റൈനിലും സൈറൺ മുഴങ്ങിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. രൂക്ഷമായിരിക്കുന്ന ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ നടന്നതോടുകൂടി ഈ ഒരു ആക്രമണം ഇനിയും തുടരാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പ്രചരിക്കുന്നത്. ഇതോടെ ജനങ്ങൾ തന്നെ വലിയ രീതിയിൽ ഭയാശങ്കയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്തേക്കും അത് വ്യാപിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അത് ചിതറിത്തെറിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സൈനിക ബേസ് മേധാവികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. അപ്പോൾ ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് അമേരിക്ക പറയുക മാത്രമാണ് ചെയ്യുന്നത്. ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതും അതിനെ വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കുന്നില്ല എന്നുള്ളതുമാണ് വിദേശ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അമേരിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമൊന്നുമല്ല, സത്യവുമായിട്ട് ചില കാര്യത്തിലൊന്നും യാതൊരു ബന്ധവുമില്ല. അവരെല്ലാ സമയത്തും കൂടുതലും കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മേഖല അപ്പാടെ ഭയപ്പാടുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ജനങ്ങളുടെ ചില ഭാഗങ്ങളിലൊക്കെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണത്തിന് സാധ്യത ഉള്ള ഏരിയ എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയുടെ സൈനിക ബേസ് ഉള്ള പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള നഗര പ്രദേശമായിട്ടാണ് പല ഘട്ടങ്ങളിൽ പല അറേബ്യൻ രാജ്യങ്ങളും ഉള്ളത്. ഈ ചുറ്റുഭാഗത്തൊക്കെ അവിടുത്തെ സ്വദേശികൾ താമസിക്കുന്ന ഇടങ്ങളുമുണ്ട്. അപ്പോൾ ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ജനനിബിഡമായിരിക്കുന്ന പ്രദേശങ്ങളാണ് പലപ്പോഴും അമേരിക്ക ബേസുകൾ സൃഷ്ടിക്കാറുള്ളത് എന്നുള്ളത് അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ നിലവിൽ ചെയ്യാറുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മേഖലയിൽ നിന്ന് അല്പാൽപമായിട്ട് ജനങ്ങൾ മാറി നിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഔദ്യോഗിക റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. കാര്യം ഇപ്പോൾ UAE നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ നിലവിലെ സാഹചര്യത്തിൽ യാതൊരു ആക്രമണവും ഇറാന് നേരെ വരുന്നില്ല. വരുന്ന ആക്രമണങ്ങൾ അപ്പാടെയും ബഹ്റൈനിൽ നിന്നും കുവൈത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത്. അത് ആവർത്തിക്കും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ആവർത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ പ്രശ്ന വിഷയങ്ങൾ പരിഹരിക്കുന്നിടത്തോളം കാലം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലെന്ന് IRGCയുടെ മുതിർന്ന മേധാവി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം, അമേരിക്ക പറയുന്ന കാര്യം, ഇറാൻ വെറുതെ ആക്രമിക്കുകയാണ് എന്ന തരത്തിലാണ്. കുവൈറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടും ബഹ്റൈനെ ലക്ഷ്യം വെച്ചുകൊണ്ടും നിരന്തരം ഇറാൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് പ്രത്യേകമായിരിക്കുന്ന കാര്യകാരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ബഹ്റൈൻ പറയുന്നത്, അമേരിക്ക പറയുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പറയുന്ന കാര്യം അപ്പാടെ ഈ ലോകം വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരുത്തൽ ആവശ്യമാണ്. ഇപ്പോൾ കുവൈത്തിൻ്റെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നേരെ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാൻ പങ്കില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പിന്നീട് അതാരാണ് ആക്രമിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. അത് അമേരിക്ക ആവാൻ സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഉടക്കാനൊന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ കുവൈത്തിൻ്റെ ഭാഗത്തുനിന്ന് പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: UAEയുടെ നിലപാട് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ രാജ്യത്തിൽ നിന്ന് അമേരിക്ക ആക്രമിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഒഴിവാക്കണം. ഈ ഇറാനുമായിട്ട് നമ്മൾക്ക് ശത്രുതയോ വിരോധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല.
പകരം അവർ നമ്മളോടാണ് വിരോധം വെച്ച് കയറ്റി പുലർത്തുന്നത്. ആ സ്ഥിതിക്ക് മാറ്റങ്ങൾ വരണം. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ബദൽ സംവിധാനങ്ങൾ തേടണം. അവരവരുടെ രാജ്യത്ത് നിന്ന് യുദ്ധം ചെയ്യട്ടെ, അതിന് സംവിധാന കാര്യങ്ങളൊക്കെ അവർക്കുണ്ടല്ലോ. അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10,000-11,000 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്. മിയാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് തെഹ്റാൻ ആക്രമിക്കുന്നതെങ്കിൽ 9,500 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എന്താവാം, ആ മേഖല കയറിയിട്ടൊക്കെ അവർക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കാം. അതിന് നമ്മുടെ ഭൂമി ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള ആശങ്കയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ജനങ്ങൾക്കുണ്ടാവുന്നുണ്ട്, സർക്കാരിന് ഉണ്ടാവുന്നുണ്ട്. അതിനേക്കാളേറെ ഈ അജ്നബികളായിരിക്കുന്ന രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് ജോലിക്ക് വേണ്ടി നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ വലിയ പ്രയാസങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ 2 പേർ മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു. അതിൽ പിന്നീട് 4 പേർക്ക് പരിക്കേറ്റ വിവരങ്ങൾ പുറത്തു വന്നു. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റിന് യാതൊരു ബന്ധവുമില്ല, ബഹ്റിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ലോകത്തിന് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ വിഷയത്തോടനുബന്ധിച്ചിട്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക യഥാർത്ഥത്തിൽ ചതിച്ച തരത്തിലാണ് അവരുടെ സമീപന നിലപാട്. പറ്റിച്ചിട്ടുണ്ട് അവർ. കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ മധ്യസ്ഥ ചർച്ചയോട് കൂടിയിട്ട് ഈ വിഷയം തീർക്കാൻ ഏറെക്കുറെ ഒത്തുവന്നതാണ്. അപ്പോൾ പിന്നെ ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിലുള്ള അമേരിക്കയുടെ യുദ്ധം എന്നവർ പറയുന്നു. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്, ഈ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചതിന് അമേരിക്കയുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്നും സ്വീകാര്യമായിരിക്കുന്ന രീതിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ ആക്രമണം എന്ന് പറയുന്ന സമയത്ത് ഇറാന് ഈ വിഷയങ്ങൾ മുൻകൂട്ടി കൃത്യമായ രീതിയിൽ അറിയാം എന്നായിരുന്നു അമേരിക്ക പറഞ്ഞത്. അപ്പോൾ അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന, ഇറാനല്ല ഒമാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പലതിനും കൃത്യമായ രീതിയിൽ ഒമാന് അറിയാം എന്ന് പറഞ്ഞു. അതിന് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ സുവൈദി, അദ്ദേഹമാണ് ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് മധ്യസ്ഥരായിട്ട് സംസാരിച്ചത്. ഫെബ്രുവരി 28 യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യുദ്ധം ഉണ്ടാകുന്നത്. അതോടനുബന്ധിച്ചാണ് സുവൈദി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. അപ്രതീക്ഷിതമായ രീതിയിലും അവിശ്വസനീയമായ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ഇത് തെറ്റായിരിക്കുന്ന ഒരു കീഴ്വഴക്കമാണ്. ഉചിതമായ രീതിയിൽ ഇതിനെ അംഗീകരിക്കുക, ഇത് യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ലോകത്തെ ആശങ്കപ്പെടുത്തുന്ന പ്രവൃത്തി അമേരിക്ക ചെയ്തിരിക്കുന്നു, അമേരിക്ക ചതിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. ഇതിൽ ഊന്നിയിരിക്കുന്ന ഒരു കാര്യം അമേരിക്ക പറഞ്ഞത്, ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒമാൻ അറിയാം എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം സുവൈദി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇറാൻ ആക്രമിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ഞങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും അറിയാവുന്നതാണ്. അമേരിക്കയോട് ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ 2ാം ഘട്ടത്തിലുള്ള ആക്രമണം ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു മേഖലാ യുദ്ധമായിട്ട് മാറുമെന്നുള്ളതും, തങ്ങളുടെ രാജ്യത്തു നിന്ന് അമേരിക്ക ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമുള്ള സ്ഥിതിയാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കുന്നു. പകരം അമേരിക്കയുടെ ബേസുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ ഞങ്ങളുടെ ആയുധങ്ങൾ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ മേഖലകളും തങ്ങൾ തകർക്കുമെന്ന് ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ബദർ അൽ സുവൈദി പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ട് പോലും എന്ത് ചെയ്താണ് അമേരിക്ക യുദ്ധം വരുത്തി വെച്ചതാണ്. അമേരിക്ക വരുത്തിയ വിന എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിന് ഊരാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ അമേരിക്കയുടെ പ്രസിഡന്റുമാരെ കുറിച്ചുള്ള വിവരത്തിൻ്റെ ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്രയും നാണം കെട്ട ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് ആ രാജ്യം ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വലിയ നാണക്കേടാണ് ഇപ്പോൾ വരുന്നത്. 20% പോലും ജനങ്ങളുടെ പിന്തുണയില്ലാത്ത സ്ഥിതിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടല്ല കണക്കാക്കുന്നത്. മുജിത്തബ അലി ഖംനായുടേതായിരിക്കുന്ന പ്രസ്താവന വന്നതോട് കൂടിയിട്ട് ഇവിടെ IRGC പോലെയുള്ള പ്രതിരോധ സംവിധാനത്തിനൊക്കെ വലിയ രീതിയിലുള്ള ഊർജ്ജം ഒന്നും കൂടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മളിപ്പോൾ ചെയ്യുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പെട്രോളിയം മറ്റുള്ള ലോകരാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അമേരിക്ക തടഞ്ഞിരിക്കുന്നു. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ്റെ പെട്രോളിയം വിൽപ്പന നടത്തുന്ന രാജ്യങ്ങൾക്ക് പോലും ഉപരോധം ഏർപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ സാമ്പത്തികപരമായി ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. അതിജീവിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് കരുത്തും ശക്തിയും ഉണ്ട് എന്നുള്ളത് പല കുറി നമ്മൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മുൻപിലോ ഇസ്രായേലിന് മുൻപിലോ കീഴടങ്ങുക എന്നുള്ള ഒരു സംഭവം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. തിരിച്ചടിക്കുക എന്നുള്ളതിനപ്പുറമായ രീതിയിൽ മറ്റൊന്നും ഇല്ല എന്നുകൂടി യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ നോട്ടം വിട്ടത് അമേരിക്കയുടെ സൈനിക ബേസാണ്. ഇന്നലെ ആക്രമിച്ചതും ഇന്ന് ആക്രമിച്ചതും ഇനി വരാൻ പോകുന്ന ആക്രമണമൊക്കെ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കാത്ത വിധമാണ് ഞങ്ങളുടെ അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന മിസൈൽ വ്യൂഹത്തെയാണ് ഞങ്ങൾ പുറത്തെടുക്കാൻ പോകുന്നത്. അത് ഹൈപ്പർസോണിക്കിന് തുല്യമായിരിക്കുന്ന പല മിസൈലുകളുടെ നിർമ്മിതികളും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രാജ്യത്ത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ശക്തിയുണ്ട്, ബലമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാന കാര്യങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലക്ഷ്യം കാണാറുണ്ട്, ലക്ഷ്യത്തിലെത്താറുണ്ട്. ഇനിയും അതേ രീതിയിലുള്ള പ്രവർത്തികൾ തുടരും എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഓരോരോ വേർഷനും ഓരോരോ ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിൻ്റെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഒരു കൃത്യതയില്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇത് ഇന്നതാണ്, ഇത് ഇങ്ങനെ ഈ രീതിയിലാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരിക്കൽ പോലും ജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഉള്ളത് എന്നുള്ളതും, സമാധാനപരമായിരിക്കുന്ന വിഷയത്തിലൂടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിൽ അമേരിക്കയുടെ അവസാനത്തെ സൈനിക ബേസും യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പോലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.